അപ്പോൾ നമ്മൾ നിഷയും ഫാമിലിയും തയ്യാറാക്കിയ ഭക്ഷണം സ്വാദം നോക്കാൻ പോവാണ്. എത്ര വെറൈറ്റി, എനിക്ക് വയ്യ. ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ആയിപ്പോയി. എല്ലാവരും ഇങ്ങനെ ടേബിൾ നിറച്ച് സാധനം കൊണ്ടുവരികയാണ്. എന്ത് ചെയ്യും നിഷ ഞങ്ങൾ? ആലോചിച്ചു നോക്കും. ഇത് മുഴുവൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? പക്ഷെ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. മീൻ പലതരം അല്ലേ? ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. അതായത് ഇത് തോരൻ ഏതാ? ക്യാബേജാ? ക്യാബേജ് തോരൻ. ഇത് പിന്നെ ബീൻസ് ഉപ്പേരി ക്യാരറ്റ് പപ്പടക്കറി ചെമ്മീൻ തോരൻ തക്കാളിക്കറി ചെമ്മീൻ വട മത്തി വറുത്തത് കരിമീൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ചത് പിന്നെ ചോറ് പിന്നെ മറ്റേ മുളക് ചതച്ച് കറി വെക്കില്ലേ? മറ്റൽ മുളക് ചതച്ച് അതാണ് മത്തിക്കറി. മറ്റൽ മുളക് ചതച്ചത്. പിന്നെ സേമിയ പായസം, സേമിയയും മറ്റേ ചവരിയും കൂടി ചേർത്തിട്ട്. കൃഷ്ണ തുടങ്ങാം. നമ്മളപ്പോൾ ആദ്യം നമുക്ക് ഈ എന്താണ് ചെമ്മീൻ വടയിൽ തുടങ്ങാം. ചെമ്മീനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരറ്റത്തൊന്ന് തുടങ്ങാം കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? നിങ്ങളുടെ അവിടുത്തെ സ്പെഷ്യലാണ്? ഞങ്ങൾ വീട്ടിലുണ്ടാക്കും. സ്ഥിരമായിട്ടുണ്ടാക്കാറുണ്ടല്ലേ? മീനൊന്നും വെക്കാനുള്ള പപ്പടം വറുത്തിട്ട് നിഷയുടെ ഫേവറേറ്റാണ് തക്കാളി കറി. ഇത് ചോറിലൊഴിച്ച് കഴിക്കാൻ ഇഷ്ടമല്ല. പരിപ്പ് ചേർത്തിട്ടാണ് ചെയ്യുന്നത്? അല്ലല്ല, തക്കാളി മാത്രം. തക്കാളിയും പച്ചമുളകും തേങ്ങ അരച്ച്. കരിമീൻ തേങ്ങാപ്പാൽ കറി. ടേസ്റ്റ് നോക്കാൻ തോന്നുന്നത് ഈ മുളക് ചതച്ച മത്തി അല്ലേ? എല്ലാം നന്നായിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് പായസം മധുരം. ചവരി ഇട്ട സേമിയ. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു മധുരം. വെരി നൈസ്. നന്നായിരിക്കുന്നു. അടുത്ത എഫേർട്ടിന് മിടുക്കനും ഇടുക്കിയും അല്ലേ സഹായിച്ചു. എന്നാലും ഏറ്റവും കൂടുതൽ വർക്ക് നിഷയാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും സമയത്തിൽ ഇത്രയൊക്കെ ചെയ്തില്ലേ? ഭയങ്കര സംഭവമാണ്. വെരി നൈസ്. വി അപ്രീഷിയേറ്റ് ഇറ്റ് അല്ലേ? താങ്ക് യു വെരി മച്ച്. ഓക്കെ.